ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മാന്ത്ര ബീച്ചിലാണ്. വർക്കലയ്ക്ക് അടുത്തുള്ള ചെറിയൊരു ബീച്ചാണിത് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് പോയി വരാവുന്ന ബീച്ചാണ് മാന്ത്ര ബീച്ച്. വർക്കലയെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ ഓർമ്മയിൽ വരുന്നത് ആ പാപനാശം ബീച്ചാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായ അധികം ആളുകൾ അറിയാത്തൊരു സുന്ദരമായ ഇടമുണ്ട്. അതാണ് മാന്ത്ര ബീച്ച്. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. ഈ ബീച്ചിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണം. മാന്ത്ര ബീച്ച് വരുന്നത് നമ്മുടെ വർക്കല ബീച്ചിൻ്റെ അടുത്തായിട്ട് വരും. വർക്കല ബീച്ചിൽ നിന്ന് ഇടവേലോട്ട് പോകുന്ന വഴിയിലാണ് മാന്ത്ര ബീച്ച് വരുന്നത്. പ്രാദേശികമായി അറിയപ്പെടുന്ന ബീച്ച് ആയതുകൊണ്ട് തന്നെ വർക്കലയിലുള്ള പോലെയുള്ള വിനോദസഞ്ചാരികളെ തിരക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വർക്കലയിലുള്ളതുപോലെ ഇവിടെ ഷോപ്പിങ്ങിന് പറ്റിയ കടകളൊന്നും തന്നെ ഇല്ല. അതുപോലെ വഴിയോര കച്ചവടക്കാരും കുറവാണ്. വിവാഹ ഫോട്ടോഷൂട്ടുകൾക്കായി ധാരാളം പേർ ഇവിടെ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയം രാവിലെ ആയിരുന്നു കേട്ടോ. ഒരു 6 മണി 6:30 സമയത്തായിരുന്നു. ഒരു പുതുമ ആഗ്രഹിക്കുന്നവർക്ക് വർക്കലയുടെ തൊട്ടടുത്തുള്ള ഈ ചെറിയ ബീച്ച് സന്ദർശിക്കാൻ, തിരക്ക് നിന്ന് മാറി ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ. മാന്ത്ര ബീച്ച് പ്രശസ്തമാകുന്നത് തന്നെ ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം കൊണ്ടാണ്. രാവിലെ ഇവിടെ വന്നാൽ ഒട്ടേറെ വിദേശികൾ യോഗ ചെയ്യുന്നതും മെഡിറ്റേഷൻ നടത്തുന്നതും കാണാം. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പോസിറ്റീവ് എനർജി നൽകുന്ന കാഴ്ചയാണിത്. മാന്ത്ര ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നതാണ്. കാലാവർഷ സമയത്ത് കടൽ കയറി മണൽ കുറയാറുണ്ടെങ്കിലും മറ്റ് സമയങ്ങളിൽ വളരെ വിശാലമായൊരു തീരം ഇവിടെ രൂപപ്പെടാറുണ്ട്. ഈ മാറ്റം വർക്കലയുടെ മറ്റു ബീച്ചുകളെ അപേക്ഷിച്ച് ഇവിടെ വളരെ പ്രകടമാണ്. വർക്കലയിലെ തീരങ്ങളിൽ കാണാറുള്ളതുപോലെ മാന്ത്ര ബീച്ചിൻ്റെ ചില ഭാഗങ്ങളിലും കറുത്ത മണൽ, മിനറൽ റിച്ച് ബ്ലാക്ക് സാൻഡ് കാണാൻ സാധിക്കും. ഇത് തോറിയം പോലുള്ള ധാതുക്കൾ അടങ്ങിയതാണ്. വിദേശികൾക്ക് ഇതിനെ ഒരു കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇവിടുത്തെ പുലർക്കാല കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായത് ഇവിടുത്തെ മീൻപിടുത്തമാണ്. കടലമ്മയെ വന്ദിച്ച് തോളിൽ വലയുമായി ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ തീരത്തിൻ്റെ ഉണർവാണ്. ആഞ്ഞു വീശുന്ന വലക്കണ്ണികളിൽ കുടുങ്ങുന്ന വെള്ളമീനുകളും അവരുടെ കഠിനാധ്വാനവും കാണുമ്പോൾ ഈ പ്രഭാതത്തിനൊരു പ്രത്യേക ഭംഗി തോന്നുന്നു. പ്രകൃതിയും മനുഷ്യനും ചേരുന്ന ഒരു സുന്ദര നിമിഷം. വർക്കലയുടെ ഹൃദയമിടിപ്പുകളിൽ നിന്ന് മാറി ഏതോ ഒരു സ്വപ്നലോകം പോലെ ഈ തീരം നമ്മെ വരവേൽക്കുന്നു. പ്രഭാത സൂര്യൻ്റെ സ്വർണ്ണരശ്മികൾ തിരമാലകളിൽ തട്ടിച്ചിതറുമ്പോൾ മാന്ത്ര ബീച്ച് ഒരു വലിയ സ്വർണ്ണക്കടലായി മാറുകയാണ്. തീരത്തെ തഴുകി തലോടി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ കടൽക്കാറ്റിനോട് മന്ത്രിക്കുന്നത് പോലെ. തിരമാലകളുടെ താളം ഇവിടെ ഒരു നിശബ്ദ സംഗീതം പോലെയാണ്. ആ ശാന്തതയിലേക്ക് അലിഞ്ഞു ചേരുന്ന വലക്കണ്ണികളും അതിജീവനത്തിൻ്റെ പാട്ടുമായി കടലമ്മയെ പുൽകുന്ന മത്സ്യത്തൊഴിലാളികളും ഈ തീരത്തിന് ഒരു ജീവനുള്ള ചിത്രത്തിൻ്റെ ചന്തം നൽകുന്നു. ഓരോ തിരമാലയും മണൽത്തരികളിൽ കുറിച്ചിടുന്നത് പ്രകൃതിയുടെ മാന്ത്രിക ലിപികളാണ്. തിരക്കില്ലാതെ ആദരവങ്ങളില്ലാതെ ഈ മണ്ണിൽ വന്നിരിക്കുമ്പോൾ സമയം പോലും നിശ്ചലമായതുപോലെ തോന്നും. ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ മന്ത്രിച്ചു മയക്കുന്ന പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്.
മനോഹരമായ മാന്തർ ബീച്ച്. വർക്കലയിൽ വന്നിട്ട് അധികം തിരക്കില്ലാത്തൊരു സ്ഥലം തിരയുന്നവർക്ക് ധൈര്യമായി ഇങ്ങോട്ട് വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മനോഹരമായ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.